ലഹരിക്ക് വിപത്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും എത്രയോ പേർ മയക്കുമരുന്നിന് പിന്നാലെ പോകുന്നു. മയക്കുമരുന്നിന്റെ ദുരുപയോഗം ദോഷം തന്നെയാണ്. മയക്കുമരുന്നിന്റെ ദോഷങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് ശ്രീലേഖ. ഉത്തേജക ഔഷധങ്ങളുടെ ദുരുപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രധാന ദോഷങ്ങൾ: നിയന്ത്രിക്കാനാവാത്ത സന്തോഷമുണ്ടെന്ന് തോന്നലുണ്ടാകുന്നു, ശക്തി കൂടിയെന്നും ആയതിനാൽ തന്നെ അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകുകയും ചെയ്യുന്നു, സംസാരം വർദ്ധിക്കുന്നു, വിശപ്പ് കുറയുന്നു, ക്ഷീണമയില്ലെന്ന് സ്വയം തോന്നുന്നു, നാവ് വരൾച്ച, ശ്വാസഗതി വർദ്ധിക്കൽ, ഹൃദയമിടിപ്പ് കൂടൽ, രക്തസമ്മർദ്ദത്തിൽ വ്യത്യസ്തത, ഷണ്ഠത്വം, ഉത്കണ്ഠ, ആക്രമണ ഉത്സുകത, കൊല, ആത്മഹത്യ, സംശയരോഗം, ഇല്ലാത്ത കാഴ്ചകൾ കാണൽ, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കൽ, മനോവിഭ്രാന്തി. ഇത്രയുമാണ് ഉത്തേജക ഔഷധങ്ങളുടെ ദുരുപയോഗത്തിലൂടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങൾ. അടുത്തതായി ഡിപ്രസൻസ്. തളർത്തുന്ന മരുന്നുകൾ എന്ന് പറയാവുന്ന ഡിപ്രസൻസ് പ്രധാനമായും രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് സെഡേറ്റീവ്സ്, രണ്ട് ആൽക്കഹോൾ അഥവാ മദ്യം. ബാർബിറ്റുറേറ്റ്സ്, ബെൻസോഡയാസിപ്പിൻസ് എന്ന രണ്ട് വിഭാഗമാണ് സെഡേറ്റീവ്സിൽ വരുന്നത്. 2500-ലധികം ബാർബിറ്ററേറ്റുകൾ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 50ഓളം വിപണിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഉറക്കം ശരിയാകുന്നതിനാണ് ഇത്തരം മരുന്നുകൾ സൈക്യാട്രിയിൽ ഉപയോഗിച്ചു വരുന്നത്. കൂടാതെ നാർക്കോ അനാലിസിസിനും വിറയൽ, വെട്ടൽ എന്നിവ ഉണ്ടാകാതിരിക്കുന്നതിനും ബാർബിറ്റുറേറ്റ്സ് ഉപയോഗിക്കുന്നു. 2000-ലധികം ബെൻസോഡയാസിപ്പൈൻസ് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. 12 എണ്ണമാണ് വിപണിയിലെത്തിയിട്ടുള്ളത്. ഡയാസിപ്പാം, ക്ലോർഡയാസിപ്പോക്സൈഡ്, ഫ്ലുറാസിപ്പാം, അൽപ്രസോളം, ലൊറാസിപ്പാം തുടങ്ങിയവ ഉദാഹരണങ്ങൾ. ഉത്കണ്ഠ കുറയ്ക്കാനും ഉറക്കം സന്തുലിതപ്പെടുത്താനും മസിൽ റിലാക്സേഷനും മറ്റും വളരെ ചെറിയ കാലയളവിലേക്ക് മാത്രം ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഈ മരുന്നുകൾ ദീർഘനാൾ കഴിക്കുന്ന പക്ഷം ഓക്കാനം, ഛർദി, വയർവേദന, മയക്കം, ഉറക്കം, ഏകാഗ്രതക്കുറവ്, കൃത്യതയില്ലായ്മ, സംസാര തടസ്സം, മങ്ങിയ കാഴ്ച, ശ്വാസതടസ്സം, നാഡിമിടിപ്പ് മന്ദമാവുക തുടങ്ങി മരണം വരെ ഉണ്ടാകാവുന്ന ഈ നാർക്കോട്ടിക് അനാൽജസിക്സ് എന്ന് പറയുന്നത് പ്രധാനമായും ഈ പോപ്പിച്ചെടിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതായത് നാർക്കോട്ടിക് അനാൽജസിക് എല്ലാം തന്നെ ശരിക്കും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിന്തറ്റിക്, സെമി സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ചെടിയുണ്ട്, പോപ്പിച്ചെടി. പോപ്പിച്ചെടിയിൽ നിന്നുണ്ടാക്കുന്നതിനാണ് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഈ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതിനെ വേറെ ഏതെങ്കിലും രാസപദാർത്ഥങ്ങളുമായിട്ട് ചേർത്ത് മറ്റൊന്നാക്കി മാറ്റുന്നതിനെയാണ് സെമി സിന്തറ്റിക് എന്ന് പറയുന്നത്. പൂർണ്ണമായും കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതിനെയാണ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇതിനാദ്യം നമുക്ക് നാച്ചുറലായിട്ട് നിർമ്മിക്കുന്ന അനാൽജസിക്സിനെ, നാർക്കോട്ടിക് അനാൽജസിക്സിനെ കുറിച്ച് നമുക്ക് പറയാം. പോപ്പിച്ചെടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന നാർക്കോട്ടിക് അനാൽജസിക്. ഈ പോപ്പിച്ചെടിയിൽ നിന്നാണ് ഓപ്പിയം ഉണ്ടാകുന്നത്. അതായത് പോപ്പിച്ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഓപ്പിയം എന്ന് പറഞ്ഞാൽ അതിന്റെ സത്തയാണ് ഓപ്പിയം എന്ന് പറയുന്നത്. ഓപ്പിയത്തെ രാസപരിണാമങ്ങൾക്ക് വിധേയമാക്കുമ്പോഴാണ് മോർഫിൻ ലഭിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, പുകയില ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഈ പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു എന്ന് നമ്മൾ സാധാരണ പഠിക്കാറുണ്ട്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു എന്ന് പറയുന്നത് പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ്. ഏതാണ്? നിക്കോട്ടിനാണ്. അതുപോലെ ഓപ്പിയത്തിൽ ഒരു ആൽക്കലോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഓപ്പിയത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് മോർഫിൻ. അതുപോലെ വേറൊരു ആൽക്കലോയിഡാണ് കൊഡീൻ എന്ന് പറയുന്നത്. അപ്പോ ഓപ്പിയത്തിൽ 2 തരത്തിലുള്ള ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട്, മോർഫിനും കൊഡീനും. മോർഫിനിൽ നിന്ന് ഹെറോയിൻ ഉണ്ടാക്കും. ഹെറോയിനിൽ മറ്റു ചില പദാർത്ഥങ്ങൾ കൂടെ ചേർത്താണ് ബ്രൌൺ ഷുഗർ ഉണ്ടാക്കുന്നത്. ഇനി ഓപ്പിയത്തിൽ നിന്ന് അല്ലാതെ തന്നെ
തികച്ചും കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു നാർക്കോട്ടിക് അനാൽജസിക് ആണ്. ഓപ്പിയത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ആൽക്കലോയിഡാണ് കൊഡീൻ എന്ന് പറഞ്ഞല്ലോ. ഈ കൊഡീൻ സാധാരണ കഫ് സിറപ്പിലോ അല്ലെങ്കിൽ ഡയറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളിലും ഒക്കെയാണ് ചേർക്കുന്നത്. ഈ കഫ് സിറപ്പിന് അഡിക്റ്റായ ആളുകളുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ടോ? കഫ് സിറപ്പിന് അഡിക്റ്റ് ആവുന്നത് അതിലെ കൊഡീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത്രയേറെ ഈ ഉറക്കുന്ന അല്ലെങ്കിൽ വേദന സംഹാരികളായ മരുന്നുകളിൽ പോലും ആളുകൾ അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായ ഒരു അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. കൊഡീനും മോർഫിനുമെല്ലാം അത്യാവശ്യത്തിന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട മരുന്നുകളാണ്. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കൊഡീൻ അടങ്ങിയ ഒരു കഫ് സിറപ്പ് ഡോക്ടർ എഴുതി കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന അത്രയും അളവ്, അത്രയും കാലയളവ് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിലരുണ്ട് അത് കഴിഞ്ഞാലും പിന്നെയും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇതിങ്ങനെ വാങ്ങി 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 ഉപയോഗിക്കുന്ന ഒരു രീതി. അത് പിന്നീട് അവരെ അടിമപ്പെടുത്തുകയും അതിൽ നിന്ന് അവർക്ക് മോചനമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വിഭാഗം മരുന്നുകൾ എന്ന് പറയുന്നത്, ദുരുപയോഗം ചെയ്യപ്പെടുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് സ്റ്റിമുലൻസ് ആണ്. കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ വേഗതപ്പെടുത്തുന്ന മരുന്നുകളെയാണ് സ്റ്റിമുലൻസ് അല്ലെങ്കിൽ ഉത്തേജക മരുന്നുകൾ എന്നറിയപ്പെടുന്നത്. ആംഫിറ്റമിൻസ് മരുന്നുകളും കൊക്കൈൻ ഉൽപ്പന്നങ്ങളുമാണ് ഈ കേന്ദ്ര നാഡീവ്യൂഹത്തെ ത്വരിതപ്പെടുത്തുന്ന ഉത്തേജക ഔഷധങ്ങളായി അല്ലെങ്കിൽ ഉത്തേജക മരുന്നുകളായി നമ്മൾ കരുതിയിരിക്കുന്നത്. ഈ സത്യത്തിൽ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത് ചെറിയ തോതിലുള്ള വിഷാദരോഗങ്ങൾ, ശാരീരിക ക്ഷീണം, അതുപോലെ ശരീരത്തിന്റെ ഭാരം നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആംഫിറ്റമിൻസ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. കൊക്കൈൻ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത് കണ്ണ്, മൂക്ക്, തൊണ്ട, ENT ഇതിന്റെ ഓപ്പറേഷനുമായിട്ട്, ENTയുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ അനസ്തറ്റിക് ആയിട്ടാണ് കൊക്കൈൻ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് വൈദ്യശാസ്ത്രം കൊക്കൈൻ ഒരു പ്രാധാന്യവും നൽകുന്നില്ല. എന്നിട്ടും ആളുകൾ കൊക്കൈൻ എന്ന് പറയുന്ന ഈ മരുന്ന് ധാരാളമായിട്ട് ഉപയോഗിച്ച് അതിലടിമപ്പെട്ട് അതിൽ നിന്ന് മാറി വരാൻ സാധിക്കാതെ ദുർബലരായി ഭ്രാന്താത്മകമായി മാറുന്ന അവസ്ഥ. കാഴ്ച, വികാരം, മറ്റു മാനസിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെ അവതാളത്തിലാക്കാൻ കഴിയുന്ന മരുന്നുകളാണ് ഹാലുസിനോജൻസ്. ഇന്ത്യയിൽ ഇത്തരം മരുന്നുകൾ സുലഭമല്ല എന്നത് ആശ്വാസകരമാണ്. LSD അഥവാ ലൈസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ്, PCP അഥവാ ഫെൻസൈക്ലിഡൈൻസ്, മെസ്കാലൈൻ, സിലോസൈബിൻ തുടങ്ങിയവയാണ് പ്രധാന ഹാലുസിനോജൻസ്. ഇവയുടെ ഉപയോഗത്തിലൂടെ മാരകമായ മനോരോഗം ബാധിച്ച് മൃതിയായ എത്രയോ വിദേശികളുണ്ട്. അടുത്തത് കനാബിസ്. കനാബിസ് സറ്റൈവ എന്ന ചെടിയിൽ നിന്നെടുക്കുന്ന മരുന്ന് മനസ്സിനെ മാരകമായി വിഭ്രമിപ്പിക്കാൻ കരുത്തുള്ളതാണ്. ഇലയും പൂവും തണ്ടുമെല്ലാം മാരക ലഹരിയാണ്. ഗഞ്ച അഥവാ മരിജുവാന ഉണങ്ങിയ ഇലയിൽ നിന്നും മൊട്ടിൽ നിന്നും ഉണ്ടാക്കുന്നു. ഗ്രാസ്, പോട്ട്, സ്റ്റഫ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗഞ്ചയിലെ ടെട്രാ ഹൈഡ്രോ കനാബിനോൾ അഥവാ THC അളവ് താരതമ്യേന കൂടുതലാണ്. സിഗരറ്റിൽ വച്ച് പുകയിലയുമായി ചേർത്ത് ഗഞ്ച ഉപയോഗിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല പുകച്ചു തീർക്കുന്നത് മനസ്സും ബുദ്ധിയും ആശയങ്ങളുമാണെന്ന്. ഹാഷിഷ് അഥവാ ചരസ് കനാബിസ് വർഗത്തിലെ പെൺചെടി പുറപ്പെടുവിക്കുന്ന കറയിൽ THCയുടെ അളവ് വളരെ കൂടുതലാണ്. ഈ കറ ശേഖരിച്ച് ഉണക്കിയെടുക്കുന്നതാണ് ഹാഷിഷ് അഥവാ ചരസ്. 20% മുതൽ 60% വരെ THC അടങ്ങിയിരിക്കുന്ന ഹാഷിഷ് അഥവാ കഞ്ചാവെണ്ണയും മാരക ലഹരിയിൽപ്പെടുന്നു. നാർക്കോട്ടിക് വേദന സംഹാരികളായാലും ഉത്തേജക മരുന്നുകളായാലും മയക്കുമരുന്നുകളായാലും അത് നരകതുല്യമാണ്. അതിനാൽ തന്നെ എന്ത് ചെയ്തും, മോഷ്ടിച്ചും കൊല ചെയ്തും സ്വന്തം ശരീരം വിറ്റും വരെ മയക്കുമരുന്നുകൾ കൈക്കലാക്കാൻ അവർ ശ്രമിക്കും. അവിടെ ബന്ധങ്ങൾക്കോ
സൗഹൃദങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. അവയുടെ കെണിയിൽ പെട്ടുപോയാൽ പിന്നെ അവ കിട്ടാതിരിക്കുന്ന അവസ്ഥ ഭയാനകമാണ്. പിന്മാറ്റ അവസ്ഥ അഥവാ വിഡ്രോവൽ സിംറ്റംസ് അടിമപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ച് ആര് പറയുന്നതും കേൾക്കാൻ സാധിക്കില്ല. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അത് വേണം, അല്ലെങ്കിൽ ചത്തുപോകുമെന്ന് തോന്നണം. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യും. ക്രൂരമായ നിഷ്ഠൂരമായ ഈ കെണിയിൽ പെടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരിക്കലും ഒരു രസത്തിന് പോലും ഉപയോഗിച്ചു തുടങ്ങില്ല എന്ന ഉറച്ച തീരുമാനം. അത് കൈക്കൊള്ളാൻ നിങ്ങൾക്കാവട്ടെ മക്കളെ.